ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ചിക്കൻ വരട്ടിയുടെ ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിന് ഞാൻ എടുത്തിരിക്കുന്ന 1 കിലോ ചിക്കന്, 1 കിലോ സബോള, ഒരു 3 തക്കാളി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക. അധികം നൈസാവണമെന്നില്ല, തരി പോലെ. പിന്നെ വേണ്ടത് ഒരു പാത്രം എടുക്കുക, ആവശ്യത്തിന് ഉപ്പ്. ഈ അരച്ച തക്കാളി കുറച്ചങ്ങ് ഒഴിക്കുക. ഒരു 1/2 ടീസ്പൂണ് ഇഞ്ചിയും വെള്ളുള്ളി അരച്ചതും, കുറച്ച് ഗരം മസാലപ്പൊടിയും, 2 സ്പൂണ് മുളക് പൊടി. ഇത് എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾ പൊടിയും, 2 സ്പൂണ് തൈര് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ടേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച് ചിക്കൻ ഇട്ടിട്ട് ഒരു അരമണിക്കൂർ വെക്കണം. അരമണിക്കൂർ ഇല്ലെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും വെക്കുക. വെച്ചതിന് ശേഷം നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. വേവ് 3/4 ഭാഗം വേണ്ട കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ് വേണ്ടത് ഒരു കട്ടിയുള്ള പാത്രം വെക്കുക. കട്ടിയുള്ള പാത്രം വെച്ചതിന് ശേഷം കുറച്ച് നല്ലോണം വെളിച്ചെണ്ണ വേണം കേട്ടോ. ആ വെളിച്ചെണ്ണ ഒഴിച്ച് ഈ അരിഞ്ഞു വെച്ച വെള്ളുള്ളിയല്ല, അതും അങ്ങോട്ട് അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് പോയാൽ മതി. അത് കഴിഞ്ഞ പാടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച സവോള ഇതിലോട്ടേക്ക് അങ്ങിടാം. സവോള ഇട്ട് കുറച്ച് ഉപ്പും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ചെറിയ തീയിലിട്ടിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. വലിയ തീയിലിട്ടിട്ട് വഴറ്റിയെടുത്താൽ പെട്ടെന്ന് കരിഞ്ഞു. കുറച്ച് കരിവേപ്പില ഇടണം. അതിൻ്റെ ഇടയിൽ നമുക്ക് ചിക്കൻ എന്തായി എന്നൊന്ന് നോക്കുക. ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്കിതിന് തീയൊന്ന് ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ വേണ്ടത് നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇത് ഉള്ളി ഒന്ന് വെള്ളം ഇതാകുന്നതിന് ശേഷം പിന്നെ തുറന്ന് വെച്ചിട്ട് നമുക്ക് വഴറ്റിയാൽ മതി. വളരെ എളുപ്പമാണ്. ഇത് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ പക്വട ഇല്ല, അതൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചിക്കൻ പക്വട, ചിക്കൻ തോരൻ, ഇതിനെക്കൊണ്ട് ബാക്കി വന്ന ചിക്കൻ ഉണ്ടെങ്കിൽ പിന്നെ ഇതിൽ ഉള്ളി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി 1 സ്പൂണ് മുളക് പൊടി, എരിവിനനുസരിച്ചിട്ട് ഇത് വേണമെന്നെങ്കിൽ ഇടാം. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഒരു നുള്ളി മഞ്ഞൾ പൊടി ഇട്ടിട്ട് പഴയതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേവിച്ച് വെച്ച ചിക്കനിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ചെറിയ തീയിലിട്ടിട്ട് വഴറ്റിയെടുക്കണേ. വലിയ തീയിലിട്ടിട്ട് വഴറ്റിയാൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും. ഇത് കട്ടിയുള്ള പാത്രമാണെങ്കിലും ചെറിയ തീയിലിട്ടിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ ഒരു 5 പച്ചമുളക് ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്, ആദ്യമേ ഇട്ട് കൊടുക്കുന്നില്ല. പച്ചമുളകും കുറച്ച് നല്ലോണം കരിവേപ്പിലയും വേണം. കരിവേപ്പില കുറഞ്ഞു പോയി. എന്നിട്ട് ഇത് ചെറിയ തീയിലിട്ടിട്ട് വഴറ്റിയെടുക്കുക, ഡ്രൈ ആകുന്നത് വരെ.